ഇവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഈ പേപ്പർ ഇവന് കട്ട് ചെയ്യാം, സ്ക്വയർ ആയിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. ആർക്കാണ് നിനക്ക് സ്ക്വയർ ആയിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. കട്ട് ചെയ്തിട്ട് ഈ വട്ടം വരച്ചില്ലേ റൗണ്ടില്, അത് ഈ പേപ്പറിന് നടുക്കായിട്ട് വരണം. മനസ്സിലായത്? എത്ര ഇഞ്ച് വേണം? 5 ഇത് അവസാനം കാണിച്ചു തന്നെ കാണിച്ചു തരും. ആളുണ്ട് നമ്മുടെ കയ്യിൽ. അത് ഏറ്റവും വില ഉണ്ടല്ലോ. ആ ഏകദേശം നടക്കുന്ന ഇത് കറക്റ്റ് അങ്ങോളൊന്നും കുറിച്ച് നടക്കും വരുത്തണ്ട. ഒരു ചാൻസ് ഞാൻ എടുക്കണേന് എന്താണെങ്കിലും 5-6 സ്ക്വയർ ആയപ്പോ ഏടാ ഇപ്പൊ മനസ്സിലായി. നടുക്ക് വന്നാ പോരെ താൻ. കാണിക്ക്. ഇത് നടുക്കല്ലേ ഈ അറ്റത്തിരുന്നത് ഇപ്പുറത്താക്കി. ആ ഇപ്പുറത്താക്കി ഇപ്പുറത്താക്കി നടുക്കാന്നാണ്. നടുക്കാണ് പേപ്പറിന്റെ നടുക്ക്. ഓ ഈ നടുക്ക. എടാ വിവരദോഷി, ഇത് റെക്ടാങ്കിളാ. മടക്കുന്നു. 2 പീസ് മുറിക്കണം. ഒരു മുറിയെ മുറിക്കാവുള്ളൂ. ആദ്യം പറഞ്ഞില്ല അത് എന്റെ വിഷയമല്ല. അതെന്റെ വിഷയം. എന്നോട് തുടക്കം പറഞ്ഞില്ല. ഇത് നടുക്കല്ലെന്ന് പറഞ്ഞ് ഇടിയത്. ഇത് നടുക്ക്. ഇത് എന്തോ പേപ്പർ കറക്റ്റാണ്. ഒറ്റ പീസ് മുറിക്കുള്ളൂ. 4 പീസായിട്ട് മുറിച്ചൊക്കെ എളുപ്പമില്ലടാ ഞങ്ങൾക്ക്. ഞാൻ മുറിച്ചേക്കണ അത് സ്ക്വയറിലല്ലെങ്കിൽ പിന്നെ പള്ളയില് കത്രി കയറും. അത്ര ഉള്ളു. അതായത് മുറിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ സ്ക്വയറിൽ മുറിക്കാൻ പാടില്ല. അപ്പോഴും ബാക്കി പേപ്പർ ഫില്ല് ചെയ്യണം. അത് മുറിച്ച് കളയാൻ പറ്റുമോ? ഒരു ക്ലൂതാ അത് സിമ്പിള് വേണ്ട, ടഫായിട്ട് തന്നെ ഒന്നും. ഈ വട്ടം നടക്കുമായിരുന്നു. ഇത് ഇവിടെ വന്നു വരച്ചാ മതിയോ? ഇപ്പൊ കണ്ടോ? ഇത് കറക്റ്റ് സ്ക്വയർ അല്ലേ, ഇത് റെക്ടാങ്കിളാ. കണ്ടോ സ്ക്വയറിൽ മുറിച്ച് കിട്ടും. പോയി സ്കെയിൽ എടുത്തോണ്ടോ, ബാക്കി എല്ലാം അളക്കും. അത് അത്രയും അങ്ങനെ ഇറക്കി വെക്കുന്നു. വരക്കടാണിത്. എന്താ അവിടെ മുറിച്ച് ഇനി അത് മുറിച്ച് എന്താന്ന് വെച്ചാ കാണിച്ചോ. എന്ത് വേണം ചെയ്തോ. തീർന്നിട്ടാ എന്നാ വരെ. അതിന് നീ മുറിക്ക്. നീ ഇത് സെന്റർ ആണെന്നാ പറയണ. ഇത് സെന്റർ നോക്ക്. ഈ സാധനം സ്ക്വയറിലാ. ഞാൻ അളവ് നോക്ക്. സബ്സ്ക്രൈബ്.